ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. ഒരു സംഘമായിട്ടാണ് അവരുടെ യാത്ര. മക്കയ്ക്കടുത്തുള്ള ജുഹുഫ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിനടുത്തെത്തിയപ്പോൾ അവർ ഇറങ്ങി വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ സഹാബാക്കളും നബിയും വിശ്രമിച്ചുകൊണ്ടിരിക്കെ ആ കൂട്ടത്തിലുള്ള സഹൽ ഇബ്നു ഹുനൈഫ് എന്ന് പറയുന്നൊരു സഹാബി, അദ്ദേഹത്തിന് കുളിക്കണമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം തന്റെ വസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് കുളിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം കണ്ട് ആ കൂട്ടത്തിലുള്ള ആമിർ ഇബ്നു റബിയ എന്ന് പറയുന്നൊരു സഹാബി ഇങ്ങനെ പറഞ്ഞു, എന്തൊരു മനോഹരമായ ശരീരമാണത്, എന്ത് സൗന്ദര്യമാണ് ആ ശരീരത്തിന്, ഞാൻ ഇതുപോലെ സൗന്ദര്യമുള്ളൊരു ശരീരം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് സഹൽ ഇബ്നു ഹുനൈഫിന്റെ ശരീരം കണ്ടിട്ട് ആമിർ ഇബ്നു റബിയ എന്ന് പറയുന്ന സഹാബി ഇങ്ങനെ പറഞ്ഞു. ഉടനെ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്ന സഹാബി സഹൽ ഇബ്നു ഹുനൈഫ് വീണുക മാത്രമല്ല, അദ്ദേഹം വല്ലാതെ അവശനായി. ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹാബാക്കൾ നബിയെ വിവരമറിയിച്ചു. സഹൽ ഇബ്നു ഹുനൈഫ് വീണിട്ടുണ്ട്, അദ്ദേഹം അവശനാണ് എന്ന് വിവരമറിയിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം ഹൽ തത്തഹിമുന ഫിഹി അഹദ എന്നാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അതായത് സഹൽ ഇബ്നു ഹുനൈഫിന് ആരുടെയെങ്കിലും കണ്ണേറേറ്റു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സഹല് വസ്ത്രം അഴിച്ചു വെച്ച സമയത്ത് സഹലിന്റെ ശരീരം കണ്ടിട്ട് ആമിർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുപോലെ മനോഹരമായൊരു ശരീരം കണ്ടിട്ടില്ല, ഇതൊരു സൗന്ദര്യമാണ് എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിറിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ആമിറിനെ വിളിച്ച് ആമിറിനോട് നന്നായി ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അലാമ യഖ്തുലു അഹദുക്കും സാഹിബഹു, നിങ്ങളിൽ ഒരാൾ എന്തിനാണ് തന്റെ കൂട്ടുകാരനെ കൊല്ലുന്നത്, എന്തിനാണ് അവനെ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് റബീനോട് പ്രവാചകൻ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഈ റബീന്റെ ഈ വാക്കും റബീന്റെ നോട്ടവും ഒക്കെ സഹലിനെ ബാധിച്ചു. അതാണ് സഹല് വീഴാൻ കാരണവും സഹൽ അവശനാകാൻ കാരണവും ഇദ്ദേഹത്തിന്റെ കണ്ണേറ് ബാധിച്ചതും ഇദ്ദേഹത്തിന്റെ ഈ വാക്കുമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ദേഷ്യപ്പെടുന്നത്, നിങ്ങളിൽ ഒരാൾ എന്തിനാണ് തന്റെ കൂട്ടുകാരനെ കൊല്ലുന്നത് എന്ന് റബീനോട് ചോദിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആശ്ചര്യകരമായ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഹല്ലാ ബറക്ത, ബറക്കത്തിന് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ, അതല്ലേ വേണ്ടത്. ഒരാൾ നശിക്കാനല്ലല്ലോ ആഗ്രഹിക്കേണ്ടത്, അയാൾക്ക് ബറക്കത്തുണ്ടാകാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം നമ്മളോടെല്ലാമാണ്. നമുക്ക് പലപ്പോഴും ഒരാളുടെ വളർച്ച കാണും, ഒരാളുടെ വ്യവസായം ഇങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ നമുക്കതിൽ ആശ്ചര്യം തോന്നാം, ഒരു അസൂയ തോന്നാം. അല്ലെങ്കിൽ ഒരാളുടെ മക്കൾ നന്നായി വരുമ്പോൾ നമുക്കതിനോടൊരു അസൂയ തോന്നാം. ഒരാളുടെ സൗന്ദര്യം കാണുമ്പോഴൊക്കെ നമ്മളിൽ അസൂയ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അയാൾക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ബാറക്കല്ലാഹു ഫീക, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, നിന്റെ സൗന്ദര്യത്തിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ മക്കളിൽ, നിന്റെ സമ്പത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്നാണ് പറയേണ്ടത്. അല്ലാതെ നമ്മുടെ കണ്ണേറ് കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് അയാളെ നശിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. അതാണ് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്. അൽ ഐനു ഹക്കുൻ, കണ്ണേർ എന്നുള്ളത് സത്യമാണ്. ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. ലൗകാന ഷൈഉൻ സാബഖൽ ഖദറ ലസബഖഹുൽ ഐനു, അള്ളാഹുവിന്റെ വിധിയെ മറികടക്കാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് കഴിയുമെങ്കിൽ അതിന് കഴിയുന്നത് കണ്ണേറിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ വിധി അനുസരിച്ചെല്ലാം നടക്കുക, അതിനെ മറികടക്കാൻ ഒന്നിനും കഴിയില്ല. കഴിയുമെങ്കിൽ അതിന് കഴിയുന്ന ഒരേ ഒരു കാര്യം കണ്ണേറ് മാത്രമാണ്. പക്ഷെ കണ്ണേറുകൊണ്ട് വിധി മറികടക്കില്ല. കഴിയുമെങ്കിൽ അത് കഴിയേണ്ടത് കണ്ണേറിനാണ്. അതുകൊണ്ട് കണ്ണേറ് സത്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരാളെ നശിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, ഈ ദുആ ചെയ്തുകൊണ്ട് അയാളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കും വളർച്ച അല്ലാഹു തആല തരിക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അസൂയാലുക്കളുടെ കണ്ണേറിൽ നിന്നും അല്ലാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.